നമസ്കാരം. കേരളം ഉറ്റുനോക്കുന്ന നേമം മണ്ഡലത്തിലെ രാഷ്ട്രീയ പോരാട്ടം കടുക്കുകയാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും നേമം മണ്ഡലത്തിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും മണ്ഡലത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ ചൂടുപിടിപ്പിക്കുന്നതാണ്. ഇവിടെ ഒരു ഡീലിംഗുമില്ല. ശിവൻകുട്ടി ജയിക്കാൻ വേണ്ടി തന്ത്രങ്ങൾ ഇറക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രാഷ്ട്രീയ ധാർമ്മികതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചുകൊണ്ട് വി ശിവൻകുട്ടിയും സംഘവും നടത്തുന്ന കള്ളപ്രചാരണങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിനാണ് ബി.ജെ.പി. തയ്യാറെടുക്കുന്നത്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന ശൈലിയാണ് ഇടതുപക്ഷം നേമത്ത് സ്വീകരിക്കുന്നത്. CPM അംഗമായ ഒരാളെ രാജീവ് എന്ന പേരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാക്കി രംഗത്തിറക്കി എൻ.ഡി.എ സ്ഥാനാർത്ഥിയുടെ വോട്ട് വിഭജിക്കാൻ നോക്കുന്നത് വോട്ടർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വികസന നേട്ടങ്ങൾ ഒന്നുമില്ലാത്തതുകൊണ്ടാണ് ഇത്തരം പേരുദോഷം കേൾപ്പിക്കുന്ന കുതന്ത്രങ്ങളിലേക്ക് ഇവർ കടക്കുന്നത്. വികസനത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഓരോ ദിവസവും ഓരോ നുണകൾ പടച്ചുവിടുന്നത്. ബി.ജെ.പിയുടെ വിജയസാധ്യത കണ്ട് ഭയന്നാണ് ഇടതുപക്ഷം ഇത്തരം നെറികെട്ട രാഷ്ട്രീയത്തിന് തുനിയുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. വാചക കസർത്ത് കൊണ്ട് വോട്ട് നേടാമെന്ന ശിവൻകുട്ടിയുടെ മോഹം ഇത്തവണ നടക്കില്ല. വികസനത്തിന്റെ കാര്യത്തിൽ താൻ നേരിട്ടുള്ള സംവാദത്തിന് തയ്യാറാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ നിയമത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നും ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നും ജനങ്ങൾക്കറിയണം. നുണകൾക്ക് പിന്നിൽ ഒളിക്കാതെ നേരിട്ട് വന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് നട്ടെല്ലുണ്ടോ എന്നതാണ് ചോദ്യം. കോൺഗ്രസിനേക്കാൾ ലജ്ജയില്ലാത്ത പാർട്ടിയായി CPM മാറിയെന്നും ഇതിന് ജനങ്ങൾ വോട്ടിലൂടെ മറുപടി നൽകുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളും പദ്ധതികളും ജനങ്ങളിലെത്തിക്കാൻ BJP പ്രതിജ്ഞാബദ്ധമാണ്. തിരഞ്ഞെടുപ്പ് ജയിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരെയും സംവിധാനങ്ങളെയും ശിവൻകുട്ടി ദുരുപയോഗം ചെയ്യുകയാണെന്ന ഗുരുതരമായ വെളിപ്പെടുത്തൽ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. തൊഴിൽ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാഗമാക്കിയത് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനങ്ങളുടെ മാത്രമല്ല ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി കൂടിയാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വിജയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഇത്തരത്തിൽ അധികാരം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ നോക്കുന്നത് BJP തടയുക തന്നെ ചെയ്യും. സാധാരണക്കാരുടെ ജീവിതഭാരം കുറയ്ക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ധനവിലയിൽ വരുത്തിയ വലിയ കുറവ് ആശ്വാസമാണ് നൽകിയത്. ഇതിന് മോദിജിക്ക് നന്ദി പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലെ പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിച്ചു. കേന്ദ്രം നികുതി കുറച്ചിട്ടും സംസ്ഥാന സർക്കാർ കിട്ടുന്ന ലാഭം വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. സംസ്ഥാനത്തെ ജനങ്ങളോട് അല്പമെങ്കിലും കരുണയുണ്ടെങ്കിൽ പെട്രോളിനും ഡീസലിനും മേലുള്ള വാറ്റ് നികുതി കുറയ്ക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. കേന്ദ്രത്തിന്റെ സഹായങ്ങൾ കേരളത്തിലെത്തുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് സംസ്ഥാനം സ്വീകരിക്കുന്നത്. ഇത് ജനദ്രോഹപരമായ നിലപാടാണ്. നേമത്തെ ഒരു ലോകോത്തര നിലവാരമുള്ള മണ്ഡലമാക്കി മാറ്റാൻ BJPയുടെ വിജയത്തിലൂടെ മാത്രമേ സാധിക്കൂ. അഴിമതിയും സ്വജന പക്ഷപാതവും മാത്രം മുഖമുദ്രയാക്കിയ ഇടതുപക്ഷത്തിന് നേമത്തിന്റെ വികസനത്തിൽ താല്പര്യമില്ല. കേന്ദ്ര സർക്കാരിന്റെ ഓരോ പദ്ധതികളും വീടുകളിൽ എത്തിക്കാനും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും രാജീവ് ചന്ദ്രശേഖരനെ പോലെ കാഴ്ചപ്പാടുള്ള ഒരു നേതാവിന്റെ നേതൃത്വം അത്യാവശ്യമാണ്. നുണപ്രചാരണങ്ങളെയും കുപ്രചാരണങ്ങളെയും അതിജീവിച്ച് നേമത്ത് താമര വിരിയുമെന്ന ഉറച്ച വിശ്വാസമാണ് വാർത്താ സമ്മേളനത്തിലൂടെ അദ്ദേഹം പങ്കുവച്ചത്. വോട്ടർമാർ വികസനത്തിനൊപ്പം നിൽക്കുമെന്നും BJPയുടെ കരുത്ത് ഇത്തവണ നേമത്ത് പ്രകടമാകുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.